നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ആനന്ദപ്പൂക്കളുടെ വസന്തമഴ ഏറ്റുവാങ്ങുവാൻ എല്ലാ കൂട്ടുകാർക്കും ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ഹരിതഭൂമി നർമ്മഭൂമിയാക്കി മാറ്റുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുടെ മുമ്പിലെത്തുന്ന സമയം. കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ നമ്മുടെ ഗംഭീർ ഇന്ന് അവന്റെ ജൈവ പച്ചക്കറി വിപണിയിൽ എത്തിക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ഗംഭീറിന്റെ കടയിൽ നിന്നും നമ്മൾ പച്ചക്കറി വാങ്ങണം, അവനെ പ്രോത്സാഹിപ്പിക്കണം. സാറേ, ഈ ജൈവ പച്ചക്കറി എന്ന് വെച്ചാ എന്താ? രാസവളങ്ങളിടാതെ സ്വന്തം കൃഷിയിടത്തിൽ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഇലകളും മറ്റു പാഴ്വസ്തുക്കളും വളമാക്കി ഉണ്ടാക്കുന്ന കൃഷി സംവിധാനമാണ് ജൈവ കൃഷി. സാറേ, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ജൈവ കൃഷി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല പച്ചക്കറികൾ നമുക്ക് കിട്ടും, ശരിയല്ലേ സാറേ? അതൊരു നേട്ടം മാത്രം. മറ്റെന്തെല്ലാം നല്ല കാര്യങ്ങൾ ജൈവ കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് അറിയാമല്ലോ. പത്രങ്ങളിലും മറ്റും വളരെ വിശദമായി ജൈവ പച്ചക്കറിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അതെ അതെ. പ്രകൃതിയെ നശിപ്പിക്കുന്ന രാസവളങ്ങൾ നിരോധിക്കുക, ജൈവ കൃഷിയിലേക്ക് തിരിയുക, അതിലൂടെ പുതിയ തലമുറയെ രക്ഷിക്കുക, ഇതൊക്കെ കാലങ്ങളായി നമ്മൾ കേട്ടുവരുന്നതാണ്. പക്ഷെ ഇതൊന്നും ആരും നടപ്പിലാക്കുന്നില്ല. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ലാഭകരമാക്കുക. ജൈവ കൃഷിക്ക് ലാഭം ഉണ്ടാവില്ലേ? ഉണ്ടാകും, പക്ഷേ ലാഭം കർഷകർ വിചാരിച്ചതിലും കുറവായിരിക്കും. അതുവഴി പണവും കുറയും. ലാഭം മാത്രം മുന്നിൽ കണ്ട് കൃഷി ചെയ്യുമ്പോ ആരോഗ്യ പ്രശ്നം ആരും ശ്രദ്ധിക്കുന്നില്ല. വളരെ ശരിയാണ്. നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നല്ല വിഷവുമുക്തമായ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കും. പക്ഷേ ആർക്കും നേരമില്ല. അത് വളരെ ശരിയാ സാറേ. ഞങ്ങളെ പോലെയുള്ളവരെ മടി പിടിച്ചിരിക്കുന്നതാണ് പ്രശ്നം. നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിലും ഗംഭീറിനെ പോലെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായും സാർ. ഇനി ഞങ്ങള് ഗംഭീറിന്റെ കയ്യിൽ നിന്നാ പച്ചക്കറി മേടിക്കുന്നത്. വളരെ നല്ല കാര്യം. അങ്ങനെ നമുക്ക് ഒരു ആരോഗ്യമുള്ള സമൂഹം പടുത്തുയർത്താം. ശരി സാറേ. അതെ സാർ. ശരി മക്കളെ, എനിക്ക് ഗംഭീറിന്റെ പച്ചക്കറി വിതരണ ഉദ്ഘാടനത്തിന് പങ്കെടുക്കണം. ഞാൻ പോകട്ടെ. സാറേ, ജൈവ പച്ചക്കറിയെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട് സാറേ. ശരി മക്കളെ, അപ്പോ ഞാൻ പോയിക്കോട്ടെ. ശരി സാർ. ശരി സാറേ. അവന്റെ ഒരു ജൈവ പച്ചക്കൃഷി മറ്റുള്ളവരെ മെനക്കെടുത്ത. അതെ അതെ അതെ. ഈ പച്ചക്കറിയുമായി നമ്മൾ എത്ര നേരം മാർക്കറ്റിൽ ഇരുന്നതാ. ആളുകൾ വാങ്ങണ്ടേ? ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ രാസവളമുള്ള പച്ചക്കറി ആയതുകൊണ്ടാ ആളുകൾ വാങ്ങാൻ മടിക്കണത്. എന്റെ ചേട്ടാ, ഈ പച്ചക്കറികൾ ചീഞ്ഞു പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും വിൽക്കണം. ഞാൻ നല്ലപോലെ രാസവളം തട്ടി ഉണ്ടാക്കിയതിനാലേ മുടിഞ്ഞ വിളവ് കിട്ടി. ഇനി ഇത് മുഴുവൻ ലാഭത്തിൽ വിറ്റ് തീർന്ന കിട്ടിയാ മതി. ആ ഗംഭീരേ ജൈവ പച്ചക്കറിയുമായി വന്ന ശേഷം നമ്മുടെ കഷ്ടകാലം തുടങ്ങി.
എന്തോ ചെയ്യും അതിന്. ഉം. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വിറ്റ് തീർക്കും? നമുക്ക് ഈ പച്ചക്കറി പകുതി വിലക്ക് വിറ്റാലോ? അയ്യോ, അപ്പൊ ലാഭം കുറയില്ലേ? ഓ എന്റെ പൊന്നു ചേട്ടൻ ഇത് പകുതി വിലക്ക് വിറ്റാലും മുടിഞ്ഞ ലാഭമല്ലേ? ദേ 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 ദേ, എന്റെ ലാഭം കണക്കൂട്ടല്ലേ. നീ എന്റെ പണിക്കാരനാ, ആ ഓർമ്മ വേണം കേട്ടോ. ഓ ദേ ഇത് ചീഞ്ഞ് ജൈവവളമാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഉം. രാസവളം കൊണ്ടുണ്ടാക്കിയത് ജൈവവളമാകാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. കപില് പറഞ്ഞതിലും കാര്യമുണ്ട്. വില കുറച്ച് വിറ്റാൽ 2 കാര്യം: പച്ചക്കറി വിൽക്കുകയും ചെയ്യാം, ആ ഗംഭീറിനിട്ടൊരു സുന്ദരം പണിയും കൊടുക്കാം. Correct. വില കുറച്ച് വിറ്റ നമ്മുടെ കയ്യിൽ നിന്ന് ആളുകൾ പച്ചക്കറി വാങ്ങും. ആ, ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അവന്റെ കച്ചവടം പൂട്ടിയ ഇരട്ടി വിലയ്ക്ക് നമുക്ക് വീണ്ടും പച്ചക്കറി വിറ്റ് തുടങ്ങാമല്ലോ. എന്റെ ആശാന്റെ ഒരു ഒടുക്കത്ത ബുദ്ധി. എന്റെ അമ്മോ. അയ്യോ, sorry. ആവേശത്തിൽ അടിച്ചു പോയതാണേ. ക്ഷമിക്ക്. നമുക്ക് പോകാം. ഉള്ള കച്ചവടം ഇനി കളയണ്ട. വേഗം നടക്ക്. ആശാനെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ബുദ്ധി പറഞ്ഞു തരണമെങ്കിൽ ഞാൻ വേണ്ടേ? ആശാൻ ആ, അപ്പോ ഏകദേശം വിളവെല്ലാം വിറ്റ് കഴിഞ്ഞു അല്ലേ? കൊഴപ്പില്ല സാറേ. പക്ഷേ ആ പപ്പീസ് വന്ന് പ്രശ്നം ഉണ്ടാക്കാണെന്ന്. എന്താ പ്രശ്നം? അവൻ തൊട്ടടുത്ത് വന്ന് വില കുറച്ച് വിൽക്ക. പിന്നെ വരുന്നവരോടും പോകുന്നവരോടും എന്റെ പച്ചക്കറി മോശമാണെന്ന് പറയാ. ഒരു രക്ഷയില്ല സാറേ. ആ, അതൊന്നും ഗംഭീർ കാര്യമാക്കണ്ട. രാസവളമിട്ട ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നത് തെറ്റാണെന്ന് കഴിക്കുന്നവർക്ക് അധികം താമസിയാതെ മനസ്സിലാകും. സാറേ, മിക്ക ആളുകളും ഇവിടെ ഇരിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ വാങ്ങണത്. പക്ഷെ വില കുറവില് കപിലും പപ്പീസും വിൽക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് കച്ചവടം അങ്ങോട്ട് കുറഞ്ഞു. ആ, അതൊക്കെ റെഡിയാകും. വില അല്പം കൂടിയാലും നല്ല സാധനങ്ങൾ വാങ്ങിക്കഴിക്കണമെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടാൻ അധികം നാളുകൾ വേണ്ട. ആ പറഞ്ഞത് ശരിയാ. എങ്കിൽ നമുക്ക് കാണാൻ ഗംഭീർ. ഞാൻ വരട്ടെ. നിക്ക് സാറേ, ഒരു മിനിറ്റ്. നല്ല ഒന്നാന്തരം പച്ചക്കറികളാണ്. ഇതൊക്കെ സാറും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്താ ഗംഭീർ ഈ കാണിക്കുന്നത്? ആ സഞ്ചി ഇങ്ങോട്ട് കാണിച്ച്. ഇങ്ങോട്ട് കാണിക്കേ. ഗംഭീറേ, സാറേ, ഇത് കൊണ്ടുപോയിട്ടൊന്ന് വെച്ച് നോക്ക്. അപ്പോഴറിയാം അതിന് ടേസ്റ്റ്. ഗംഭീറേ, സാരമില്ല സാറേ. ഇതാ. അത് വേണ്ട സാറേ. അത് പറ്റില്ല ഗംഭീർ. ജീവിക്കാൻ വേണ്ടി നീ ഒരു തൊഴിലുമായി ഇരിക്കുന്നതല്ലേ? ഓക്കെ സാർ. നല്ലത് വരട്ടെ. ഗംഭീരേ, ഒരു 1.5 കിലോ നാടൻ പയറെടുത്തേ. ഇപ്പൊ തരാലോ. അവിടെ നിൽക്കട്ടാ. ആ, ഗംഭീറിന്റെ ജൈവകൃഷിയെ പറ്റി പത്രത്തിൽ വിശദമായി ഉണ്ടല്ലോ. ആ ഉണ്ട്. പത്രത്തിലും വന്നോ? ജൈവകൃഷി മാത്രമല്ല, മായം ചേർക്കാത്ത പുട്ടുപൊടി, മുളക് പൊടി എന്നു വേണ്ട വിപണിയിൽ കിട്ടുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. സാറേ, ഈ പുട്ടുപൊടിയും മുളക് പൊടിയും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ? അതെ. എന്നില്ലാതെ പണ്ടുകാലത്ത് അരി ഉരലിൽ ഇടിച്ച് പൊടിച്ച് പുട്ടും മറ്റു പലഹാരങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതെ. ഇപ്പോ അതിനൊന്നും ആർക്കും നേരമില്ല. അല്ല, ഈ മുളക് പൊടിയില് കളർ ചേർക്കുക എന്ന് പറയുന്നത് നേരാണോ സാറേ? പിന്നില്ലാതെ കളറിന് വേണ്ടി ഓടിന്റെ പൊടി വരെ ഇടുന്നുണ്ടെന്നാ അറിവ്. മായം ചേർക്കാത്ത ഒരു സാധനവും നമുക്ക് ലഭിക്കില്ലല്ലേ സാറേ? എവിടുന്ന് കിട്ടാനാ? അതുകൊണ്ടാ മക്കളെ ഞാൻ പറഞ്ഞത്, നമ്മൾ ജൈവകൃഷിയിലേക്കും പഴയകാല ഭക്ഷണ രീതിയിലേക്കും മാറണമെന്ന്. ശരിയാ അത്. മായം ചേർക്കാത്ത ഭക്ഷ്യവസ്തു ഇന്ന് വിപണിയിൽ കിട്ടില്ല. പക്ഷേ അവ നിർത്തലാക്കാൻ നമുക്ക് കഴിയും. അതെങ്ങനെയാ? ഗംഭീറിന്റെ പച്ചക്കറി നമ്മൾ വാങ്ങിയപ്പോ രാസവളം ഉപയോഗിച്ച പപ്പീസും കപിലും വിറ്റ പച്ചക്കറി ബാക്കിയായില്ല. അത് ശരിയാ. നമ്മൾ ഒരു തീരുമാനമെടുക്കണം. മായം ചേർന്ന ഭക്ഷ്യസാധനങ്ങൾ വാങ്ങില്ലെന്നും ഉപയോഗിക്കില്ലെന്നും. തീർച്ചയായും സാർ, ഞങ്ങൾ ഇതിനെതിരെ പ്രചരണം നടത്തും, ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും. വളരെ വളരെ നല്ലത്.
ആദായ വിൽപ്പന, ആദായ വിൽപ്പന, വില തുച്ഛം ഗുണം മെച്ചം, ഏത് കവറെടുത്താലും 20 രൂപ, 20 രൂപ, വില തുച്ഛം ഗുണം മെച്ചം, ആർക്കും വാങ്ങാം ആർക്കും കഴിക്കാം, വില തുച്ഛം ഗുണം മെച്ചം, ആർക്കും വാങ്ങാം ആർക്കും കഴിക്കാം, കടന്നു വരൂ, ഒരു കവർ സ്വന്തമാക്കൂ, വില തുച്ഛം ഗുണം മെച്ചം. വായിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല, ആരും വരുന്നില്ല. ഇത് മാർക്കറ്റല്ലല്ലോ, റോഡ് സൈഡല്ലേ. ആ ഗംഭീറാണെങ്കിൽ പച്ചക്കറി വിറ്റ് തീർത്ത് വീട്ടിലും പോയി. എല്ലാവരും നമ്മുടെ തട്ടിപ്പ് മനസ്സിലാക്കിയെന്നാ തോന്നുന്നേ. അതെ അതെ അതെ, ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നല്ല ജൈവവളവുമാക്കി ഗംഭീറിന് വിൽക്കേണ്ടി വരൂ. ഓ നിന്നെ പോലെയുള്ളവനെ ഒപ്പം കൂട്ടി എന്നെ വേണം തല്ലാൻ. ചേട്ടാ, ഞാനൊരു ജോക്ക് പറഞ്ഞതല്ലേ. ഈയെടാ, എന്റെ ചങ്കി കുത്തിയാണ് ജോക്ക് പറയുന്നത്. വേഗമായി ഗപ്പേട്ടാ, പപ്പീസിനെ ആശുപത്രി കൊണ്ടുപോയിന്ന്. ആശുപത്രിയിലോ? പപ്പീസിന് എന്ത് പറ്റി? അതറിയില്ല, രാവിലെ മുതല് കൊറേ നേരം ഛർദിച്ചു, പിന്നെ തല ചുറ്റി അങ്ങോട്ട് വീണു. അയ്യോ എന്റെ മോനെ, എന്റെ പപ്പീസ്. അയ്യോ അയ്യോ. ആശുപത്രിയിൽ നിന്നും ആരും എത്തിക്കാണില്ലെന്നാ തോന്നുന്നേ. ഒരു അനക്കവുമില്ലെന്നേ. ഏയ്, ബസ് ഇറങ്ങി പറഞ്ഞ ഗപ്പിച്ചേട്ടനെ ഞാൻ കണ്ടതല്ലേ. ഓഹോ, ഗപ്പിച്ചേട്ടാ, ഗപ്പിച്ചേട്ടാ, അതെ ഗപ്പിച്ചേട്ടൻ. ആ, നിങ്ങളായിരുന്നോ? എന്താ വമ്പൻ സാറേ? പപ്പീസിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞു. എല്ലാ ചികിത്സയും നൽകി നമുക്ക് അവനെ രക്ഷിക്കണം. ഓ, ക്യാൻസറിന് എന്ത് ചികിത്സയാ? പോരാത്തതിന് എന്തുമാത്രം ചെലവാണെന്നോ? ഗപ്പിച്ചേട്ടൻ പേടിക്കണ്ടെന്ന്, ക്യാൻസർ മാറാനുള്ള മരുന്നുകളൊക്കെ എപ്പോഴേ കണ്ടുപിടിച്ചു. ചെലവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഈ പ്രാവശ്യത്തെ ജൈവ കൃഷിയിൽ നിന്നും നല്ല ലാഭ കിട്ടിയത്. അത് മുഴുവൻ ചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്ന്. ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാനിതിന് എങ്ങനെ നന്ദി പറയും? ഞാൻ കാരണമാ അവന് ക്യാൻസർ വന്നത്. ഞാൻ രാസവളങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ പച്ചക്കറികളും ഭക്ഷണവും അവനും കഴിക്കുന്നുവെന്ന് ഞാൻ ഓർമ്മിച്ചില്ല. നാളെ എന്നിലും ഈ രോഗങ്ങളൊക്കെ വരാം. പമ്പൻ സാറേ, ഈ ഗംഭീർ നമ്മുടെ കാടിന്റെ മാലാഖയാ. സത്യങ്ങൾ തുറന്നു കാണിക്കാൻ, നേരായ ജീവിതം എങ്ങനെയെന്ന് കാണിച്ചു തരാൻ ഈശ്വരൻ അയച്ച മാലാഖ. ഗംഭീറിനെ പോലെ പപ്പീസും ആരോഗ്യവാനായി തിരിച്ചു വരും. മണ്ണിനെ നശിപ്പിക്കാതെ, അന്തരീക്ഷത്തിൽ വിഷം തെളിക്കാതെ, പോഷക ഗുണങ്ങളുള്ള ഒരു ജൈവകൃഷി സംസ്കാരത്തിന്റെ വക്താക്കളായി പപ്പീസും ഗംഭീറും നിലനിൽക്കും. നമ്മൾ മുതിർന്നവർ ലാഭചിന്തകൾ വെടിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കും. എന്തു പറയുന്നു? തീർച്ചയായും തീർച്ചയായും. എന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടി പപ്പീസിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോകാന്ന്. എങ്കിൽ നമുക്ക് പോകാം. ഓ ശരി സാറേ. നർമ്മഭൂമിയിൽ നിന്നും ഇനി നമ്മൾ എത്തിച്ചേരുന്നത് കുഞ്ഞു വർത്തമാനമായി വരുന്ന ടിങ്കുവിന്റെ അടുക്കലേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർട്ട്. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ഓക്കെ ടിങ്കു, ഇന്ന് എന്തോ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താ അത്? അങ്കിൾ, എനിക്കിന്ന് ഒരു ആടാട്ടായിട്ട്. ഓഹോ, ഒരുപാട് മിഠായി കിട്ടിയോ? എവിടെന്നാ മിഠായി കിട്ടിയേ? എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നതാ. ഓ, ടിങ്കുവിന് കൂട്ടുകാരുണ്ട്, അവരെല്ലാം ഇടയ്ക്ക് മിഠായി കൊടുക്കും. ആട്ടെ, ഈ കൂട്ടുകാരൻ എന്തിനാ മിഠായി തന്നത്? ഇന്ന് അവൻ്റെ ബർത്ത്ഡേ. ഓ, അത് ശരി, അവൻ്റെ പിറന്നാളാണെന്നാ പറയുന്നേ. ഓക്കെ, നമ്മുടെയും ചില ദിവസങ്ങൾ വിശേഷമായിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ ജനിച്ച ദിവസം, ഒരു പക്ഷേ നമ്മുടെ പാരൻസ് നമുക്ക് ഗിഫ്റ്റ് തന്ന ദിവസം. ചില ദിവസങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. അതെ അങ്കിൾ. ഓക്കെ, ടിങ്കുവിന് അങ്ങനെ വല്ല ദിവസവും ഉണ്ടോ? ഉണ്ട് ഉണ്ട്. എന്നാ? എൻ്റെ അങ്കിളിൻ്റെ കൂടെ ഞാൻ എന്നുള്ള ദിവസം. ഓ, അത് ശരി, അങ്കിളുടെ കൂടെ ചെലവഴിക്കുന്ന ദിവസങ്ങളെല്ലാം നിനക്ക് സന്തോഷമാണല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. എന്നാൽ ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ മറക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടെന്ന് ടിങ്കുവിന് അറിയാമോ? എനിക്കറിയാം. എത്ര ശിഷ്യന്മാരുണ്ട്? 12. ഓ, 12 ശിഷ്യന്മാരുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, ഈ 12 ശിഷ്യന്മാരിൽ ടിങ്കു ഓർക്കുന്ന ഒരു പേര് പറയാമോ? ഞാൻ അറിയാം. ആ, പറ, എന്താ പേര്? പീറ്റർ. ഓ, പീറ്റർ, പത്രോസ് അല്ലേ? അതെ അതെ.
എന്താ പത്രോസിന് ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാരണം? ഞാൻ ആ. വളരെ ആക്റ്റീവ്. ഓ അത് ശരി, ആ ശിഷ്യൻ വളരെ ആക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. അതെ അതെ അങ്കിൾ. ഓക്കെ ഓക്കെ. ഈ പത്രോസിന് ചില കാര്യങ്ങൾ മറക്കാനായിട്ട് പറ്റില്ല ചില ദിവസങ്ങൾ. അതെന്താ അങ്കിൾ? പത്രോസിന് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് യോഹന്നാൻ, മറ്റൊരാളുടെ പേര് യാക്കോബ്. ഇവരുടെ ജോലി എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം. എന്താ? മീൻപിടുത്തം. ആ, മീൻ പിടുത്തം അല്ലേ. മീൻ പിടിക്കാനായിട്ട് പോകും. ചില ദിവസങ്ങൾ ഒരുപാട് മീൻ കിട്ടും, ചില ദിവസങ്ങൾ മീനൊന്നും കിട്ടത്തില്ല. മീൻ കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കുമോ? ആ, വളരെ സന്തോഷമായിരിക്കും. ആണോ? എനിക്ക് സന്തോഷം. എന്ത്? മീൻ കൂട്ടുന്നു. മീൻ കൂട്ടുന്നതാണ് നിനക്കിഷ്ടം. അവർക്ക് മീൻ കിട്ടിയാലേ അവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതെ അങ്കിൾ. അതെ അതെ. ഒരു ദിവസം രാത്രി മുഴുവൻ അധ്വാനിച്ചു, മീനൊന്നും കിട്ടിയില്ല. വളരെ ദുഃഖത്തോടുകൂടെ വന്ന് വല കഴുകുകയായിരുന്നു പത്രോസ്. ആ സമയം ഈ പത്രോസിൻ്റെ പടകിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ആ പടകിലൊന്ന് കയറിക്കോട്ടെ? ആരാ അങ്കിൾ വന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു വന്നിട്ട് ചോദിച്ചു, ഞാൻ നിൻ്റെ പടകിലൊന്ന് കയറിക്കോട്ടെ? ടിങ്കു ആണെങ്കിൽ എന്ത് മറുപടി പറയായിരുന്നു? എന്താ പറയുക? ഞാൻ അറിയും. ഞാൻ ബിസിയാണ്. ആ, ബിസി ആണെന്ന് പറയല്ലേ. ശരിയാ, പത്രോസ് ബിസിയായിരുന്നു. കാരണം വലയൊക്കെ കഴുകി വളരെ നിരാശനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ യേശു ചോദിച്ചപ്പോൾ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? എന്താ അങ്കിൾ പറഞ്ഞേ? കയറിക്കോളാനായിട്ട് പറഞ്ഞു. യേശു കയറി. മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പം യേശു ചോദിച്ചു, ഈ പടക് കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് പറഞ്ഞു. അയ്യോ അങ്കിൾ, എന്നെയും ചോദിച്ചു. അതെ, പിന്നെയും ചോദിച്ചു. ടിങ്കു ആണെങ്കിൽ അപ്പോഴെന്ത് മറുപടി പറയും? എനിക്ക് ദേഷ്യം വരും. ഓ, നിനക്ക് ദേഷ്യം വരും അല്ലേ. പത്രോസും വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ പത്രോസ് എന്താ ചെയ്തതെന്നറിയാമോ? യേശു പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു. പത്രോസിൻ്റെ പടകിൽ നിന്ന് വന്ന ആളുകളോട് പ്രസംഗിച്ചു. അതിനുശേഷം പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നമുക്ക് മീൻ പിടിക്കാൻ പോകാം. എന്നിട്ട് യേശു പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാനായിട്ട് പറഞ്ഞു. അനുസരിച്ചു അങ്കിൾ. തീർച്ചയായിട്ടും പത്രോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു, യേശുവിന് മീൻപിടുത്തമൊന്നും അറിയത്തില്ല. പത്രോസൊക്കെ ആണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ മീൻ പിടിക്കുന്ന ആളുകളാണ്. അല്ലാതെ. എന്നാൽ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? യേശു പറഞ്ഞ കാര്യത്തെ അതുപോലെ അനുസരിച്ചു. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? പത്രോസ് യേശു പറഞ്ഞതുപോലെ തന്നെ വല ആഴത്തിലേക്ക് വീശി. എന്നിട്ട് പതിയെ വല വലിക്കുവാനായിട്ട് തുടങ്ങി. വല്ലാത്ത ഭാരം. എന്താ അങ്കിൾ? കാരണം ആ വല നിറച്ച് മീനായിരുന്നു. അയ്യോ, യേശു അങ്ങനെ അറിഞ്ഞു? യേശു സർവജ്ഞാനിയായ ദൈവമാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യേശുവിനറിയാം. ഈ വല നിറച്ചും മീൻ കെട്ടി അത് പടകിലേക്ക് ഇട്ടു. അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഈ മീൻ എവിടെയാണെന്ന് യേശുവിന് അറിയാമെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും യേശുവിനറിയാം. കാരണം യേശു സർവജ്ഞാനിയല്ലേ അങ്കിൾ? അതെ, തീർച്ചയായിട്ടും. ഉടനെ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? യേശുവിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, പത്രോസേ, എഴുന്നേക്ക്. എന്തിനാ അങ്കിൾ? പുതിയൊരു ജോലി നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, ഇനി നീ മീൻ പിടിക്കാനല്ല പോകേണ്ടത്, നീ ഇനി മനുഷ്യരെ പിടിക്കാനായിട്ട് പോകണം. എന്നെ അനുഗമിക്കണം, എൻ്റെ ശിഷ്യനായിട്ട് മാറണം. നല്ല കാര്യം അങ്കിൾ. അതെ, കാരണം പത്രോസ് യേശു പറഞ്ഞ കാര്യത്തെ അതുപോലെ അനുസരിച്ചു. പ്രിയ കൂട്ടുകാരെ, നാമും യേശു പറഞ്ഞ കാര്യങ്ങളെ, ദൈവവചനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായി അനുസരിക്കണം. അങ്ങനെ അനുസരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമുക്ക് പുതിയ ജോലികൾ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മെക്കൊണ്ട് ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ പത്രോസ് ഒരു വലിയ ശിഷ്യനായി യേശുവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തനിക്കിടയായി തീർന്നു. കാരണം തന്നിലുള്ള ഒരു നല്ല ഗുണം, അവൻ അനുസരിക്കുന്ന ഒരു നല്ല ശിഷ്യനായിരുന്നു. അപ്പോൾ ആ ദിവസം ഒരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. ഏത് ദിവസമാണ്? യേശുവിനെ കണ്ട ദിവസം. അതെ, യേശുവിനെ കണ്ട ദിവസം തൻ്റെ ജീവിതത്തിൽ താൻ പുതിയൊരു ആളായിട്ട് മാറി. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും ഈ യേശുവിനെ കണ്ട ദിവസം ഒരു നല്ല അനുഗ്രഹമായി മാറട്ടെ. യേശുവിനെ അനുസരിക്കുന്ന നല്ല കുട്ടികളായിട്ട് മാറട്ടെ. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. നന്മയും നർമ്മവും കലർന്ന ഇന്നത്തെ പ്രകടനം നിങ്ങൾക്ക് ഇഷ്ടമായോ? ആയാലും ആയില്ലെങ്കിലും കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പഠനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാലം. അടുത്ത തവണ നമ്മൾ കാണുന്നവരെ വിട.